ബീഹാർ മുഖ്യമന്ത്രിയും ജെഡിയു തലവനുമായ നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാനായി പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സംഘം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുവെന്നാണ് ജെഡിയു നേതാവ് കെ.സി. ത്യാഗി പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിതീഷ് കുമാർ ആ വാഗ്ദാനം നിരസിച്ചതായും അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തത് ആരാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ചില നേതാക്കൾ ഈ ഓഫറിനായി നിതീഷ് കുമാറിനെ നേരിട്ട് സമീപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിനും ഞങ്ങളുടെ പാർട്ടി നേതാക്കൾക്കും ലഭിച്ച മോശം അനുഭവത്തിന് ശേഷമാണ് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് വിട്ടത്. ഞങ്ങൾ NDAയിൽ ചേർന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നാണ് നേതാവ് പ്രതികരിച്ചത്. എന്നാൽ പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യ സംഘം നിതീഷ് കുമാറിനെ സമീപിച്ചതായി അറിയില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. തങ്ങൾക്ക് അത്തരം വിവരങ്ങളൊന്നുമില്ല എന്നും അവകാശവാദം ഉന്നയിച്ചയാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാകൂ എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. BJP നേതൃത്വത്തിലുള്ള NDAയുടെ സഖ്യകക്ഷികളായ ജെഡിയുമായും തെലുങ്കുദേശം പാർട്ടിയുമായും ചേർന്ന് ഇന്ത്യ ബ്ലോക്ക് സർക്കാർ രൂപീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് ശക്തമായ പ്രകടനമാണ് നടത്തിയത്. 543 സീറ്റുകളിൽ 234 സീറ്റുകൾ നേടിയ ഇന്ത്യ ബ്ലോക്ക് കരുത്ത് കാണിച്ചപ്പോൾ മറുവശത്ത് NDA 293 സീറ്റുകളുമായി ഭരണം ഉറപ്പിച്ചുവെങ്കിലും പ്രകടനം നിറം മങ്ങിയതായിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അവകാശപ്പെട്ട BJPക്ക് കേവല ഭൂരിപക്ഷത്തേക്കാൾ 32 സീറ്റ് കുറവാണ് ലഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷം മാറുന്നതിന് പേരുകേട്ട നിതീഷ് കുമാർ ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പിയായിരുന്നു. കഴിഞ്ഞ വർഷം പട്നയിൽ നടന്ന ആദ്യ യോഗത്തിന്റെ അധ്യക്ഷനും അദ്ദേഹമായിരുന്നു. എന്നാൽ 2024 ജനുവരിയിൽ സഖ്യം വിട്ട് NDAയിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. 2013 BJPയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിതീഷ് കൈകോർത്തു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 2020 വീണ്ടും BJPയുമായി കൈകോർത്ത് മുഖ്യമന്ത്രിയായി. 2 വർഷത്തിനു ശേഷം അദ്ദേഹം BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് RJDക്കും കോൺഗ്രസിനും ഒപ്പം ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം NDA പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ നരേന്ദ്രമോദിയുടെ കാൽ തൊട്ടു വണങ്ങാൻ ഒരുങ്ങിയ JDU നേതാവ് നിതീഷ് കുമാറിന്റെ വീഡിയോ വൈറലായിരുന്നു. കുനിഞ്ഞ് കാൽ തൊടാൻ ശ്രമിക്കുകയും മോദി നിതീഷിനെ തടയുകയും ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായത്. യോഗത്തിൽ NDAക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയ നിതീഷ് ഇന്ത്യ സഖ്യം രാജ്യത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും വിമർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മോദിയെ NDA നേതാവായി പാർലമെന്ററി പാർട്ടി സമ്മേളനം അംഗീകരിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത്. അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണച്ചു. നിതീഷ് കുമാറിനെ കൂടാതെ TDP നേതാവ് ചന്ദ്രബാബു നായിഡു, ചിരാഗ് പാസ്വാൻ, ജിതൻ റാം മാഞ്ചി, അനുപ്രിയ പട്ടേൽ, പവൻ കല്യാൺ തുടങ്ങി സഖ്യകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തിരുന്നു.